താൻ UAE-യിലല്ലേ, അവിടെ എങ്ങനെയുണ്ട്, ഓക്കെ ആണോ, സേഫായിട്ട് ഇരിക്കുവാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അവർക്കെല്ലാം ഒരുപാട് സ്നേഹവും നന്ദി അറിയിക്കുകയാണ്. ഇവിടെ നമ്മളെല്ലാവരും സേഫായിട്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ. ഒരു ദിവസം ഞാൻ വെറുതെ ഒരു രസത്തിന് വേണ്ടിയിട്ട് മണി പ്ലാന്റും ഫിലോഡെൻഡ്രോൻ്റെ ഒരു ഇലയും കൂടി ഒരു ഗ്ലാസ് ബൗളിനകത്ത് ഇട്ട് വെച്ചതാണ്. അത് ശരിക്കും വരുമെന്നൊന്നും ഞാൻ വിചാരിച്ചതല്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ, അതായത് ഒരു 1 വീക്ക് 2 വീക്സ് ഒക്കെ ആയപ്പോഴത്തേനും ഇത് നല്ല രീതിയിൽ വളർന്നു വരാൻ തുടങ്ങി. ഈ പ്ലാന്റ്സ് ഒക്കെ ഇടയ്ക്ക് എടുത്തിട്ട് ഇതുപോലെ അതിൻ്റെ ഇലകളിനകത്ത് പൊടി പറ്റിയിരിക്കുന്നതൊക്കെ ഞാൻ ഇങ്ങനെ കഴുകി വൃത്തിയാക്കാറുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേനും ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പുള്ളി നല്ല അടിപൊളിയായിട്ട് വളർന്നു വരും. ഈ ഇടയായിട്ട് എൻ്റെ ചെടിയോടുള്ള സ്നേഹം വല്ലാതെ അങ്ങ് കൂടി വരുന്നുണ്ടോ എന്നൊരു സംശയം. പക്ഷേ അതൊരു മോശം കാര്യമല്ലാത്തത് കൊണ്ട് മാത്രം ഞാൻ എന്നെ നിരുത്സാഹപ്പെടുത്താൻ പോയി. ഈ ചെടികളെ സ്നേഹിച്ച് തുടങ്ങുമ്പോൾ നമുക്കൊരു കിട്ടുന്ന ഒരു ദുശീലമുണ്ട്. നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും നല്ല ചെടി കണ്ടു കഴിഞ്ഞാൽ അവിടെ നിർത്തിയിട്ട് അത് വാങ്ങിക്കുക. അതുപോലെ ഏതെങ്കിലും വീടുകളിൽ കണ്ടാൽ അവിടെ നിർത്തിയിട്ട് അവരോട് ചോദിച്ചിട്ട് എടുക്കുക. പിന്നെ ഒരു ആൾക്കാരും ചോദിക്കാനും പറയാനും ഇല്ലാത്തടത്ത് നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അടിച്ചു മാറ്റിക്കൊണ്ട് വരാൻ തോന്നും. എന്നെപ്പോലെ ഇങ്ങനത്തെ തോന്നലുകൾ നിങ്ങൾക്കും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണം കേട്ടോ. ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലൂടെ ഞാൻ എന്താ കുക്ക് ചെയ്യുന്നതെന്ന് അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും എന്ന് എനിക്കറിയാം. അതുകൊണ്ട് മാത്രം പറയാം, ഇത് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുകയാണ്. കറിയാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ചിക്കൻ നമ്മളൊരു റോസ്റ്റ് പോലെ ആക്കിയെടുക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഇനി ഉണ്ടാക്കി വന്നിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ ഒരു മസാലയുടെ ഒക്കെ ഒരു ടേസ്റ്റ് അനുസരിച്ച് ഇനി കറിയാക്കി മാറ്റണോ അതോ റോസ്റ്റാക്കി മാറ്റണോ എന്ന് അപ്പം ഞാൻ തീരുമാനിക്കും. ഉച്ചയ്ക്ക് 3 മണി തൊട്ട് എൻ്റെ കിച്ചണിലെ കലാപരിപാടികൾ തുടങ്ങിയതാണ്. നിങ്ങൾ ഈ ഒരു കുറച്ച് നേരത്തെ വീഡിയോ മാത്രമേ കണ്ടിട്ടുള്ളൂ. കാരണം ഞാൻ അത് മാത്രമേ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. നമ്മൾ ഷൂട്ട് ചെയ്യലും കുക്കിങ്ങും കൂടെ ഒരുമിച്ച് നടക്കത്തേ. ഇവിടെ ചിക്കൻ കറി റെഡിയായി കഴിഞ്ഞപ്പോൾ ഒരു ആഗ്രഹം, നമുക്ക് പൊറോട്ട കൂടി കഴിക്കാമെന്ന്. ഇല്ലെങ്കിലും നമ്മൾ മലയാളികൾക്ക് ബീഫ് കറിയോ ചിക്കൻ കറിയോ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ എന്ത് കഴിക്കുമെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്ന പൊറോട്ടയാണ്. എന്നാൽ പിന്നെ പൊറോട്ട തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ പൊറോട്ടയും വാങ്ങി വന്ന് നല്ല ചൂടുള്ള പൊറോട്ടയ്ക്കകത്ത് നമ്മുടെ ചൂടുള്ള ചിക്കൻ കറിയും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കി. എൻ്റെ മോനെ വേറെ ലെവൽ സാധനമായിരുന്നു കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.